നമസ്കാരം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എപ്പോഴും ചൂടേറിയ ചർച്ചകൾക്ക് വഴിവെക്കുന്ന ഒരു പദവിയുണ്ട്, ഗവർണറുടെ പദവി. ശരിക്കും ഒരു സംസ്ഥാനത്തെ ഗവർണർ ആരാണ്? വെറുമൊരു റബ്ബർ സ്റ്റാമ്പാണോ? അതോ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു പവർ ഹൗസാണോ? വാരൂ, നമുക്ക് ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഒന്നിച്ച് കണ്ടെത്താം. അപ്പോ ഗവർണറുടെ പദവിക്ക് ശരിക്കും പറഞ്ഞാൽ രണ്ട് മുഖങ്ങളുണ്ട്. ഒരു വശത്ത് ഒരു ആലങ്കാരിക തലവൻ, മറുവശത്ത് നിർണായക ഘട്ടങ്ങളിൽ തീരുമാനമെടുക്കുന്ന ഒരു അധികാര കേന്ദ്രം. ഈ രണ്ട് റോളുകളുടെയും കഥയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോ നമ്മൾ ചോദിച്ച ആ പ്രധാന ചോദ്യം ഒന്നുകൂടി ഉറപ്പിക്കാം, അല്ലേ? ഒരു സംസ്ഥാനത്തെ ഗവർണർ വെറുമൊരു പേരിന് മാത്രമുള്ള തലവനാണോ, അതോ കളികൾ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു യഥാർത്ഥ പവർ പ്ലെയറാണോ? ഇനി ഭരണഘടന എന്താണ് പറയുന്നതെന്ന് നോക്കാം. ആർട്ടിക്കിൾ 153 മുതൽ 167 വരെ പറയുന്നത് ഗവർണറാണ് സംസ്ഥാനത്തിന്റെ ഭരണഘടനാപരമായ തലവൻ എന്നാണ്. രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു ബട്ടുണ്ട്. അദ്ദേഹം പ്രവർത്തിക്കേണ്ടത് തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും സഹായത്തോടും ഉപദേശത്തോടും കൂടിയാണ്. അതായത് ശരിക്കും കേന്ദ്രത്തിൽ നമ്മുടെ രാഷ്ട്രപതിക്കുള്ള അതേപോലൊരു റോളാണ് ഒരു സംസ്ഥാനത്ത് ഗവർണർക്ക്. ശരി, അപ്പോൾ നമുക്ക് ഗവർണറുടെ സാധാരണ അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാൻഡേർഡ് ടൂൾ കിറ്റിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. ഒരു സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നിയമനങ്ങളൊക്കെ നടത്തുന്നത് ഗവർണറാണ് കേട്ടോ. പക്ഷെ എവിടെയാണ് രസം? മുഖ്യമന്ത്രി, മറ്റ് മന്ത്രിമാർ, അഡ്വക്കേറ്റ് ജനറൽ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ, ഇങ്ങനെ നീളുന്നു ആ ലിസ്റ്റ്. ഇതിൽ ഭൂരിഭാഗം നിയമനങ്ങളിലും ഗവർണർ പ്രവർത്തിക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ ഉപദേശം അനുസരിച്ച് മാത്രമാണ്. എന്നാൽ മുഖ്യമന്ത്രിയെ നിയമിക്കുന്ന കാര്യം വരുമ്പോൾ അവിടെ ഗവർണർക്ക് സ്വന്തമായി തീരുമാനമെടുക്കാൻ അവസരമുണ്ട്. അത് നമ്മൾ വഴിയെ കാണും. ഇനി നിയമങ്ങളുണ്ടാക്കുന്ന കാര്യം. സംസ്ഥാന നിയമസഭ ഒരു ബില്ല് പാസാക്കിയാൽ മാത്രം പോരാ, അത് നിയമമാകണമെങ്കിൽ ഗവർണർ ഒപ്പിടണം. അപ്പോ ഒരു ബില്ല് ഗവർണറുടെ മുന്നിലെത്തുമ്പോൾ അദ്ദേഹത്തിന് 4 ഓപ്ഷനുകളാണുള്ളത്. 1, ഒപ്പിട്ട് നിയമമാക്കാം. 2, ഒപ്പിടാതെ പിടിച്ചുവെക്കാം. 3, ഇതൊന്നുകൂടി നോക്കണം എന്ന് പറഞ്ഞ് നിയമസഭയിലേക്ക് തന്നെ തിരിച്ചയക്കാം. 4ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്ഷൻ, ഇത് ഞാനല്ല, രാഷ്ട്രപതി തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് ബില്ല് അങ്ങോട്ടയക്കാം. നിയമനിർമ്മാണം മാത്രമല്ല, പണത്തിന്റെ കാര്യത്തിലും ഗവർണർക്ക് റോളുണ്ട്. സംസ്ഥാന ബജറ്റ് നിയമസഭയിൽ വെക്കണമെങ്കിൽ ഗവർണറുടെ അനുമതി വേണം. അതുപോലെ സംസ്ഥാന നിയമങ്ങൾ ലംഘിച്ച കുറ്റവാളികൾക്ക് മാപ്പ് നൽകാനും ജില്ലാ ജഡ്ജിമാരെ നിയമിക്കുന്ന കാര്യത്തിലുമൊക്കെ ഗവർണർക്ക് അധികാരമുണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ സാധാരണയായി ചെയ്യുന്നത് സർക്കാരിന്റെ ഉപദേശപ്രകാരം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടത് ഗവർണറുടെ പകൽ മുഖമാണ്. അതായത് എല്ലാം നിയമപ്രകാരം, ഉപദേശപ്രകാരം നടക്കുന്ന കാര്യങ്ങൾ. എന്നാൽ ഇനി കഥയിലൊരു ട്വിസ്റ്റ് വരാൻ പോവുകയാണ്. ഗവർണറുടെ യഥാർത്ഥ പവർ പുറത്തുവരുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അതെ, യഥാർത്ഥ കഥ തുടങ്ങുന്നത് എപ്പോഴാണെന്നോ? ഒരു സർക്കാർ വീഴാറാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു നിയമം വലിയ വിവാദമാകുമ്പോൾ. അപ്പോഴാണ് ഗവർണർ എന്ന പദവി ശരിക്കും നിർണായകമാകുന്നത്. ഈ അധികാരത്തെയാണ് നമ്മൾ വിവേചനാധികാരം അല്ലെങ്കിൽ ഡിസ്ക്രിഷണറി പവേഴ്സ് എന്ന് പറയുന്നത്. അതായത് മന്ത്രിസഭയുടെ ഉപദേശം കേൾക്കാതെ ചിലപ്പോൾ അതിന് വിപരീതമായി പോലും പ്രവർത്തിക്കാൻ ഗവർണർക്ക് കഴിയുന്ന സന്ദർഭങ്ങൾ. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പവർ ഹൗസ് എന്ന റോളിന്റെ യഥാർത്ഥ മുഖം. അപ്പോൾ നോക്കൂ, ഗവർണറുടെ ഈ 2 മുഖങ്ങളും തമ്മിലുള്ള വ്യത്യാസം എത്ര വലുതാണെന്ന്. ഒരു വശത്ത് ഉപദേശമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നോമിനൽ ഹെഡ്. സാധാരണ സാഹചര്യങ്ങളിൽ ഇതാണ് റോള്. എന്നാൽ മറുവശത്ത് സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുക്കുന്ന ഒരു യഥാർത്ഥ ഡിസിഷൻ മേക്കർ. എപ്പോഴാണ് ഈ റോള് വരുന്നത്? രാഷ്ട്രീയം അസ്ഥിരമാകുമ്പോൾ. ഒന്ന് സ്ഥിരതയുടെ പ്രതീകമാണെങ്കിൽ മറ്റൊന്ന് അസ്ഥിരതയെ കൈകാര്യം ചെയ്യാനുള്ള അധികാരമാണ്. അപ്പോൾ എപ്പോഴൊക്കെയാണ് ഗവർണർക്ക് ഇങ്ങനെ സ്വന്തമായി തീരുമാനമെടുക്കാൻ പറ്റുന്നത്? നമുക്ക് നോക്കാം. തെരഞ്ഞെടുപ്പിൽ ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം കിട്ടിയില്ല ആര് മുഖ്യമന്ത്രിയാവണമെന്ന് തീരുമാനിക്കാൻ. അല്ലെങ്കിൽ നിലവിലുള്ള സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടുവെന്ന് തോന്നുമ്പോൾ അവരെ പിരിച്ചുവിടാൻ. അതുമല്ലെങ്കിൽ നിയമസഭ തന്നെ പിരിച്ചുവിടാൻ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബില്ല് രാഷ്ട്രപതിക്ക് അയക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ. കണ്ടില്ലേ, ഈ സാഹചര്യങ്ങളിലാണ് ഗവർണർ വെറുമൊരു തലവനെന്ന നിലയിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ കളിക്കാരനായി മാറുന്നത്. ഇനി നമ്മൾ വരുന്നത് ഗവർണറുടെ ഏറ്റവും വലിയ അധികാരത്തിലേക്കാണ്, രാഷ്ട്രപതി ഭരണം. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 356 ഇതിന് ഗവർണർക്ക് അധികാരം നൽകുന്നത്. ഒരു സംസ്ഥാനത്ത് ഭരണം ഭരണഘടന അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന് ഗവർണർക്ക് ഒരു റിപ്പോർട്ട് കൊടുത്താൽ മതി. രാഷ്ട്രപതിക്ക് ആ സംസ്ഥാനത്തെ ഭരണം ഏറ്റെടുക്കാം. അതായത് രാഷ്ട്രപതി ഭരണമെന്ന ആ നിർണായക നീക്കത്തിന് തുടക്കമിടുന്നത് ഗവർണറുടെ ഒരു റിപ്പോർട്ടാണ്. ഒരിക്കൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചാൽ പിന്നെ എന്ത് സംഭവിക്കും? തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ പോകും, മന്ത്രിസഭയില്ലാതാകും. പിന്നെ ആരാണ് സംസ്ഥാനം ഭരിക്കുന്നത്? ഗവർണർ. അതെ, രാഷ്ട്രപതിയുടെ പ്രതിനിധിയായി സംസ്ഥാനത്തിന്റെ മുഴുവൻ ഭരണവും ഗവർണറുടെ കയ്യിലാകും.
ഒരു ആലങ്കാരിക പദവിയിൽ നിന്ന് സംസ്ഥാനത്തിന്റെ യഥാർത്ഥ ഭരണാധികാരിയായി മാറുന്ന ഒരു നിമിഷമാണത്. അപ്പോ ഗവർണറുടെ ഈ 2 റോളുകളും നമ്മൾ കണ്ടു, അല്ലേ? ഇത് ശരിക്കും ഒരു കസറത്താണ്. ഒരു ഭരണഘടനാപരമായ ടൈറ്റ് റോപ്പിലൂടെയുള്ള നടത്തം പോലെ ഈ ബാലൻസ് എങ്ങനെയാണ് കീപ്പ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈയൊരു വാചകം ഗവർണറുടെ പദവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വശം പറയുന്നുണ്ട്. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ഒരു പാലം. ഇതിന്റെ അർത്ഥമെന്താണ്? അദ്ദേഹം സംസ്ഥാനത്തിന്റെ തലവനാണ്, അതേസമയം തന്നെ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയുമാണ്. ഈ 2 റോളുകളും ഒരുമിച്ച് കൊണ്ടുപോകുക എന്നത് എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് ഓർക്കണം. എന്നാൽ ചിന്തിക്കരുത്, ഈ അധികാരം അൺലിമിറ്റഡ് ആണെന്ന്. അല്ല, അതിന് വ്യക്തമായ ചില നിയന്ത്രണങ്ങളുണ്ട്. ഒന്നാമത്തേത്, വിവേചനാധികാരം വളരെ സ്പെസിഫിക്കായ സാഹചര്യങ്ങളിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. രണ്ടാമതായി, രാഷ്ട്രപതിക്ക് എപ്പോൾ വേണമെങ്കിലും ഗവർണറെ തിരിച്ചു വിളിക്കാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഗവർണറുടെ ഏതൊരു തീരുമാനവും ഭരണഘടനാ വിരുദ്ധമാണെന്ന് തോന്നിയാൽ കോടതിക്ക് അതിലിടപെടാം, അത് റദ്ദാക്കാം. അപ്പോ തോന്നിയ പോലെ പ്രവർത്തിക്കാൻ പറ്റില്ലെന്ന് സാരം. അപ്പോ നമ്മൾ തുടങ്ങിയ അതേ ചോദ്യത്തിലേക്ക് നമുക്ക് തിരിച്ചുവരാം. ഗവർണർ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണോ, അതോ പലപ്പോഴും ഒരു രാഷ്ട്രീയ ഉപകരണമായി മാറുന്നുണ്ടോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം അത്ര എളുപ്പമല്ല. ഇന്ത്യൻ ഫെഡറലിസത്തിലെ ഏറ്റവും വലിയ സംവാദങ്ങളിൽ ഒന്നായി ഇതിന്നും തുടരുന്നു. ഇതിനെപ്പറ്റി നിങ്ങൾക്കെന്താണ് തോന്നുന്നത്?